കണ്ടില്ലേ? അതാ കണ്ടോ? എൻ്റെ അമ്മോ, കറക്റ്റേ കാണുമല്ലോ. കണ്ടോ? പോയി. അതാ അതെന്താ സംഭവം? ഒരു ഭാഗത്ത് ഭയങ്കര സൗണ്ട് ഉണ്ട്. നോക്കണ്ടോ? അതെന്താ? അത് ഏതായാലും അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകണം. അവിടെ സൗണ്ട് കിട്ടും. ഈ ഒരു ഭാഗത്ത് ഭയങ്കര സൗണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് സൗണ്ട് കേട്ട്. നേരത്തെ കണ്ടത് ആ ഒരു രൂപം കണ്ടേ. ഈ ഭാഗത്തേക്ക് കയറിപ്പോയത്, ഈ ഒരു ഭാഗത്തേക്ക് കയറിപ്പോയത്. വെള്ളത്തിൽ എന്തോ ചാടുന്നുണ്ടല്ലോ. അതെന്താ? എൻ്റെ ദൈവം, എന്താ? രണ്ട് കണ്ണുള്ള തിളങ്ങുന്നുണ്ട്. രണ്ട് കണ്ണുണ്ടോ? അതെന്താ? കാട്ടുപൂച്ചയോ? അതേ കാട്ടുപൂച്ച. കേട്ടോ? കാട്ടുപൂച്ച അതാണ്ടോ? ഞാൻ പറഞ്ഞില്ല മൃഗങ്ങളുണ്ടെന്ന്. കേട്ടോ? അതാ പോണു. എൻ്റെ അമ്മ അവിടെ അതാ പോണോ? ആ ഗുഹേൻ്റെ കൊടുക്കും. ഒരു ഗുഹ കേട്ടത്, ഒരു വലിയൊരു ഗുഹ കേട്ടോ. എൻ്റെ അമ്മ അവിടെ ഈ ഒരു ഭാഗം വരെ കറക്റ്റാണ് കണ്ടതാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഫീല്. ഹലോ, എൻ്റെ ദൈവമേ, എന്താ ഒരു വരെ കറക്റ്റ് ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട്. അല്ല എനിക്ക് തോന്നിയതോ? അന്നെന്തായാലും ആ ഒരു കറുത്ത രൂപം കറക്റ്റാണ്. അങ്ങോട്ട് കയറി പോയിട്ടുണ്ടേ. നമ്മളേതായാലും ഇതിനുള്ളിൽ നിൽക്കുന്നത് നല്ലത്. ഇത്രയും ടൈമാണല്ലോ, 11 മണി കഴിഞ്ഞേ. എൻ്റെ അമ്മ, ആ ഒരു ഭാഗത്തേക്ക് ആണ് കയറിപ്പോയത്. അതായത് നമ്മളിപ്പോൾ നോക്കി കാലൊക്കെ ഒരുപാട് ടൈമായി, ഒരുപാട് ലേറ്റായി. മഴയും ചെറുങ്ങനല്ലോ, മഴ വരുന്നത് കറക്റ്റായിട്ട്. എന്നാൽ നമ്മൾ ടെൻറ്റിനുള്ളിൽ നിൽക്കുന്നതിന് രക്ഷമില്ല. ഇത്തിരി ടൈമായല്ലോ. ഇനി ഇവിടെ നിന്നാലേ പുറത്തുനിന്ന് എന്തെങ്കിലും ജീവനൊക്കെ വന്നാൽ അറ്റാക്ക് സാധ്യത, കുറുക്കന്മാരൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ 11:45 ഇപ്പോൾ ടൈം. 11 മണി കഴിഞ്ഞു. 12 മണി അടുത്താൻ പോകണം. നല്ല മഴ ഉണ്ട് കേട്ടോ, നല്ല മഴയുണ്ട്. നമ്മൾ ചെയ്യാൻ പോണത് ഏകദേശം കിടന്ന് ഉറക്കം വരില്ല, പക്ഷേ നമ്മൾ നേരം വെളുക്കുന്ന നേരം നിൽക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോയിരുക്കാറില്ല, ഒരു വണ്ടിയൊക്കെ സേഫാക്കി വെച്ചാണ്. നമ്മളിനി ഈ ബാഗിൻ്റെ മേലെ തല വെച്ച് അങ്ങനെ കിടക്കും. അപ്പോൾ ഉറക്കമൊന്നുമില്ല, ഉറങ്ങിയാൽ പ്രശ്നമാണ്. എന്താ പറയുക, നല്ല മഴ ഉണ്ട്. മഴ പെയ്താലും ഈ ഒരു ടെൻറ്റ് ചോരില്ല. പക്ഷേ എനിക്കിപ്പോൾ ഡൗട്ട് എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു രൂപം അത് മേലേക്ക് പോയിട്ടുണ്ട്, ഉറപ്പാണത്. ആ ഒരു മനുഷ്യരൂപമല്ല, എന്തോ ഒരു രൂപം നടന്നു പോകുന്നത് കറക്റ്റ് കണ്ടിട്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ വെള്ളമാണ്, അവിടെ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനും ഇമ്പോസിബിളാണ്, നടക്കില്ല. കണ്ടോ, നല്ല മഴയായി. ടെൻറ്റിൻ്റെ മേലെ മഴയുണ്ട്, കണ്ടോ? ഇതാ നല്ല മഴയാണ്.
ഇങ്ങനെ കിടക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു പേടി. ഇതിനുള്ളിൽ സേഫാണ്, ഒരു കുഴപ്പമില്ല. ആരെന്ത് വന്നാലും. കുറച്ച് മുമ്പേ ചൂണ്ടയിടുന്ന് വരുന്നതായിരുന്നു, അവർ പോയി, അവരൊക്കെ വിട്ടിട്ട് പോയി. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുകയാണ്. എന്തോ വലിച്ചു കൊണ്ടുപോകുന്ന സൗണ്ടുണ്ട്, എന്തോ വലിഞ്ഞു പോകുന്ന സൗണ്ടുണ്ട്. കേട്ടോ നല്ല മഴയാണെങ്കിൽ ഇവിടുന്ന് മാറി കിടക്കുന്നതായിരുന്നല്ലോ. എന്താ പറയുക, മഴവെള്ളം വരാൻ സാധ്യതയുണ്ടെന്ന്. ഇങ്ങനെ പതുക്കെ ലൈറ്റൊക്കെ ഓഫാക്കി കിടന്നു നോക്കാം. ലൈറ്റ് ഓഫ് ആക്കിയാൽ കേട്ടോ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. എന്താ സംഭവം? വെള്ളം കൊണ്ടുവന്നിട്ട് നമ്മൾ ഏതായാലും ഒന്നുമല്ലേ, എന്തെങ്കിലും നമുക്ക് ഫുട്ടേജ് കിട്ടുകയാണെങ്കിൽ മൃഗങ്ങളൊക്കെ, അതായത് വന്യമൃഗങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു CCTV നമ്മൾ പുറത്ത് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് പതുക്കെ മഴയൊക്കെ ഒന്ന് പോട്ടെ. അതിൽ പവർ ബാങ്ക് എടുത്തിട്ട് നാളെ പോയി ഫിറ്റ് ചെയ്യണം കുറച്ച് കഴിഞ്ഞ്. ഈ പ്രാണികൾ വന്നിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് കണ്ടോ, ആ ഒരു ചെല്ലുന്ന തവളയാട്ടോ, ഒരു പ്രത്യേക സമയമുള്ള തവളയാണത്. അപ്പോൾ നമ്മൾ CCTV ഇതാ കണ്ടോ, ഇത് ഓൺ ചെയ്ത് ഇവിടെ പ്രസ് ചെയ്താൽ ഇത് ഓണാവും. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് വെക്കാൻ പോവാണ്. പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എന്താ 2 വട്ടം ആരാ എൻ്റെ അമ്മോ, എന്തോ സംഭവിച്ചിട്ട് എന്തോ തട്ടിട്ട് ടെൻറ്റിന് കറക്റ്റ് ഞാൻ കേട്ടു, സൗണ്ട് കേട്ടു. എന്താ പറ്റിയത്? കറക്റ്റ് ടെൻറ്റിന് നമ്മുടെ ടെൻറ്റിൽ തട്ടിയുണ്ട്. എൻ്റെ ദൈവം, അവിടെ എന്താ അത്? അതാ അവിടെ എന്താണെങ്കിൽ ഏതായാലും വെള്ളത്തിലൊന്ന് പോകട്ടോ. ആ ഒരു ഭാഗത്ത് ഭയങ്കര സൗണ്ട് ഉണ്ട്. ഏതായാലും അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകണം. അവിടെ സൗണ്ട് കിട്ടും. ഒരു ഭാഗത്തേക്ക് എത്തുന്നത് ഭയങ്കര റിസ്ക് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഭയങ്കര സൗണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് സൗണ്ട് കേട്ട് നേരത്തെ കണ്ടില്ലേ, നേരത്തെ കണ്ടത് ആ ഒരു രൂപം കണ്ടില്ല. ഈ ഭാഗത്തേക്ക് കയറിപ്പോയത്, ഈ ഒരു ഭാഗത്തേക്ക് കയറിപ്പോയത്. വെള്ളത്തിൽ എന്തോ ചാടുന്നുണ്ടല്ലോ.
അതെന്താ എൻ്റെ ദൈവം എന്താ? രണ്ട് കണ്ണിൽ തിളങ്ങുന്നുണ്ട്, രണ്ട് കണ്ണുണ്ടോ? അതെന്താ? കാട്ടുപൂച്ചയോ? അതേ കാട്ടുപൂച്ച കേട്ടോ, കാട്ടുപൂച്ച അതാണ്ടോ ഞാൻ പറഞ്ഞില്ല, മൃഗങ്ങളുണ്ടെന്ന് കേട്ടോ. അതാ പോണു, എൻ്റെ അമ്മ അവിടെയേ, അതാ പോണോ ആ ഗുഹേൻ്റെ ഉള്ളിൽ. ഒരു ഗുഹ കേട്ടത്, ഒരു വലിയ ഗുഹ കേട്ടോ. എൻ്റെ അമ്മ അവിടെയേ, അതിന് ഭാഗത്ത് ഭയങ്കര സൗണ്ട് ഉണ്ട്, നോക്കണ്ടോ? അതെന്താ? എൻ്റെ അമ്മ മുറുകെ ദാദാ എക്സ്ട്രീം ക്യാപ്ചർ. എൻ്റെ ദൈവം മുറുകെ അമ്മ തിരിച്ചു പോട്ടെ. അല്ലാതെ ഇവിടെ നിന്ന് ശരിയാണ്. ടൈമാണ്, ടെൻറ്റിനുള്ളിൽ പോയി നോക്കാതെ ഒരുപാട് സംഭവമുണ്ട്. ഇവിടെ ഭയങ്കര ആയുള്ള സ്ഥലം കൂടെയാണ്. എൻ്റെ അമ്മ എന്നോടൊന്ന് പുറത്ത് പോകാൻ പാടില്ലെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ ഒരു രൂപം കണ്ടോ, കറക്റ്റ് അങ്ങോട്ട് നടന്നു പോയി. ആ ഒരു പൂച്ചനെ ശ്രദ്ധിച്ചില്ലേ? ആ പൂച്ച കഴിഞ്ഞതിന് ശേഷം ആ ഒരു എൻ്റെ അമ്മ കണ്ടോ അതെ എൻ്റെ അമ്മ അതെന്തത് കണ്ടോ, അതുവരെ കണ്ടോ? ഹലോ, അതെന്താ? ആൾക്കാരാണത്. അതാ കണ്ടില്ലേ, അതാ കണ്ടോ? എൻ്റെ അമ്മ കറക്റ്റായി കാണുമല്ലോ, കണ്ടോ? പോയി അതാ. അതെന്താ സംഭവം? ഭയങ്കര സൗണ്ട് ഉണ്ടേ. ഇനി ഞാൻ പുറത്തിറങ്ങണം, ഈ പുറത്തിറങ്ങിയ ശരിയാവില്ല. ഞാൻ പുറത്തിറങ്ങില്ല, ഇനി പുറത്തിറങ്ങി. ഒരുപാട് സമയമായി, 12 മണി കഴിഞ്ഞു. ഇനി പ്രശ്നമാണ്, എന്താ പറയുക, നമുക്ക് കിടന്നുറങ്ങാം. ഞങ്ങൾ ക്യാമറ ഓണായിരുന്നു കേട്ടോ. നമ്മൾ സമയം 5:17 കണ്ടോ. അപ്പോൾ ഇനി ഒരു 5:17 ഒരു അരമണിക്കൂർ ഏറിപ്പോയാൽ അതുകൂടെ ഇവിടെ നിന്നിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇപ്പോൾ പോയാൽ എന്താ കുഴപ്പമെന്ന് പറയാം, ഭയങ്കര ഇരുട്ടും കൂടിയാണ്, ലൈറ്റ് വേണം. നമ്മുടെ അടുത്ത് ലൈറ്റ് ഓഫായി പോയി. നമ്മുടെ ലൈറ്റ് ഇത്രയും ടൈം കണ്ടിന്യൂ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫായി പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 10-15 മിനിറ്റ് നിന്നിട്ട് ഏകദേശം 5:30 അടുക്കുമ്പോൾ നമ്മൾ പോകും. അപ്പം അങ്ങനെയാണ് വിചാരിച്ചത് കേട്ടോ. ഇവിടെ ഈ ഒരു രാത്രി ഇവിടെ നിന്നിട്ട് കയ്യും കല്ലാണ്, ഇതിൻ്റെ താഴെ കല്ലാണ്. അപ്പോൾ കല്ലാണ് നമ്മൾ ഇത്തിരി നേരം കിടന്നത്. ഇതുപോലെ ടെൻറ്റിങ് എന്താ പറയുക അനുഭവം വേറല്ല. കാര്യം പറയാം, ഒരുപാട് സംഭവങ്ങൾ സൗണ്ടുകളായാലും ഈ പൊലച്ചൊക്കെ വരെ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തുറന്നിട്ടില്ല.
ടെൻറ്റ് തുറന്ന് നോക്കിയിട്ടില്ല. ആ ഒരു പൂച്ച പോയതും ആ ഒരു രൂപ നടന്നു അങ്ങോട്ട് നീങ്ങിയതോ കറക്റ്റായിട്ട് ഭയങ്കര പേടി കേട്ടോ. സത്യം ആ പൂച്ചയാണ്. ആ പൂച്ച യാദൃശ്ചികരെ അവിടെ എത്തിയാൽ എന്താണെന്നറിയില്ല. ആ പൂച്ച പോയ വഴിക്ക് തന്നെ ഈ ഒരാളും നടന്നു പോയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വിശ്വൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിയാണ് പുറത്തിറങ്ങാൻ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനി പുറത്തേക്ക് പോകുന്നത്. ടെൻ്റ് എടുക്കാം, വണ്ടി മഴ നനഞ്ഞ് കാണും. അപ്പോൾ അതൊക്കെ ഉണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇനി ഒന്നുകൂടെ ഞാൻ ചെയ്യും വിശദമായിട്ട്. അതായത് നമ്മൾ ക്യാമറ നൈറ്റ് വിഷൻ ക്യാമറ ഉപയോഗിച്ച് ഇവിടെ നിന്ന് മൊത്തം ക്യാമറ വെച്ചിട്ട് നമ്മൾ ടെൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനിയും ഫോണിലെ ചാർജൊക്കെ തീർന്നു. ഇത്രയും ടൈം നമ്മൾ യൂസ് ചെയ്താണ്. അപ്പോൾ ഫോണിലെ ചാർജ് തീർന്നിട്ട് ഇനി 17% കൊണ്ടുള്ളൂ. മറ്റ് നമ്മളെ വലിയ ലൈറ്റ് തീർന്നു. ആ ബാഗിൽ അത് എടുത്ത് വെച്ചു. വലിയ ലൈറ്റ് എപ്പോൾ തീർന്നു. ഈ ഫോണിൻ്റെ വട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഫോണിൻ്റെ കണ്ടോ. അപ്പോൾ 5:15 ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. എന്തായാലും ഒരുപാട് ടൈം ആയിട്ടുണ്ട്. ഇന്നലെ അത്രയും ടൈം നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറച്ച് ടൈം വീഡിയോ ഷൂട്ട് ചെയ്ത് പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത്രയും ടൈം നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫായി പോയത്. എനിക്കിപ്പോഴും എന്താ പറയുക, ആ ഒരു രൂപം നടന്നു പോയതും ആ പൂച്ച അവിടെ പ്രത്യക്ഷപ്പെടുത്തി. പൂച്ച കറക്റ്റ് നടന്നു പോയി ആ വഴിക്ക് ആ ഗുഹേനുള്ളിലേക്ക് കറക്റ്റായിട്ട് ആ രൂപം പോയിട്ടുണ്ട്. അതൊരു എക്സ്ട്രീം ക്യാപ്ചറിനാണ്. ഇതുപോലെ സംഭവം ഇതിന് മുന്നേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. പൂച്ചയും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നത്. നമ്മൾ ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. 5:30 ആകുമ്പോൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ബൈ ബൈ.